ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 26 അല്ലെങ്കിൽ ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. നമ്മൾ ആർട്ടിക്കിൾ 25 പഠിച്ച സമയത്ത് അത് നമ്മുടെ ഭരണഘടന ഓരോ വ്യക്തികൾക്കും നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ ആർട്ടിക്കിൾ 25 നമ്മൾ പഠിച്ചത്. എന്നാൽ ആർട്ടിക്കിൾ 26 വരുന്ന സമയത്ത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട് മതവിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 26 നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിളിന് കീഴിൽ 4 അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് എല്ലാ മതവിഭാഗത്തിനും റിലീജിയസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസിനോ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ എക്സ്റ്റാബ്ലിഷ് ചെയ്യുവാനും ആ സ്ഥാപനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുവാനുമുള്ള അവകാശം ഉണ്ടായിരിക്കുമെന്നാണ്. രണ്ടാമതായിട്ട് പറയുന്ന അവകാശം എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗത്തിനും അവരുടെ റിലീജിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ സ്വന്തമായിട്ടുള്ള റിലീജിയസ് അഫയേഴ്സ് മാനേജ് ചെയ്യുവാനുള്ള അധികാരം ഉണ്ടായിരിക്കുമെന്നാണ് രണ്ടാമത് നൽകുന്ന അവകാശം എന്ന് പറയുന്നത്. മൂന്നാമത് നൽകുന്ന അവകാശം എന്ന് പറയുന്നത് ഇമ്മൂവബിളോ അല്ലെങ്കിൽ മൂവബിളോ ആയിട്ടുള്ള സ്വത്തുക്കൾ അക്വയർ ചെയ്യുവാനും ഓൺ ചെയ്യുവാനുമുള്ള അധികാരം എല്ലാ മതവിഭാഗങ്ങൾക്കും ലഭിക്കുന്നുണ്ട് എന്നാണ് മൂന്നാമതായിട്ട് നൽകുന്ന അവകാശം എന്ന് പറയുന്നത്. അതായത് ഇമ്മൂവബിളോ അല്ലെങ്കിൽ മൂവബിളോ ആയിട്ടുള്ള സ്വത്തുക്കൾ അക്വയർ ചെയ്യുവാനും ഓൺ ചെയ്യുവാനുള്ള അധികാരം എല്ലാ മതവിഭാഗങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കുമെന്നാണ് മൂന്നാമതായിട്ട് പറയുന്നത്. പിന്നീട് നാലാമതായിട്ട് പറയുന്നത് ഇങ്ങനെ അക്വയർ ചെയ്യുന്ന സ്വത്തുക്കളുണ്ടല്ലോ, ഇങ്ങനെ അക്വയർ ചെയ്യുന്ന സ്വത്തുക്കൾ നിയമം അനുശാസിക്കുന്നത് പ്രകാരം അഡ്മിനിസ്റ്റർ ചെയ്യുവാനുള്ള അവകാശമാണ് നാലാമതായിട്ട് പറയുന്നത്. അപ്പോൾ പല രീതിയിലുള്ള സ്വത്തുക്കൾ ഇവർ സമ്പാദിക്കുന്നുണ്ടായിരിക്കും. ആ സ്വത്തുക്കളിലെല്ലാം ഭരണം നടത്തുവാൻ അല്ലെ അഡ്മിനിസ്റ്റർ ചെയ്യുവാനുള്ള അധികാരമാണ് നാലാമതായിട്ട് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് വ്യക്തികളുടെ അവകാശമാണെന്ന് ഞാൻ പറഞ്ഞു. ആർട്ടിക്കിൾ 26 എന്നത് പറയുന്നത് ഒരു റിലീജിയസ് ഡിനോമിനേഷൻ അല്ലെങ്കിൽ ഒരു സെക്ഷന് മൊത്തത്തിൽ ലഭിക്കുന്ന അവകാശമാണ് ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത്. ഇത് നമുക്ക് മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ കൂട്ടായ സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 26 പറയുന്നത്. ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള അവകാശങ്ങൾ പോലെ തന്നെ ആർട്ടിക്കിൾ 26 പറയുന്ന അവകാശങ്ങളും പബ്ലിക് ഓർഡർ അല്ലെങ്കിൽ പൊതുക്രമം, ധാർമ്മികത, ഹെൽത്ത് എന്നിവയ്ക്കൊക്കെ റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷന് വിധേയമായിട്ടുള്ളതാണ്. ഓക്കെ, പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇതിൻ്റെ മേലിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആർട്ടിക്കിൾ 25 പോലെ തന്നെ ആർട്ടിക്കിൾ 26 മുകളിലും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളുടെ മേലിലാണ് റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ പറ്റുന്നത്? പബ്ലിക് ഓർഡർ അല്ലെങ്കിൽ പൊതുക്രമം, ധാർമ്മികത അല്ലെങ്കിൽ മൊറാലിറ്റി, പിന്നീട് ഹെൽത്ത് എന്നിവയ്ക്കൊക്കെ മേലെ ഇതിന് മുകളിൽ റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. എന്നാൽ ആർട്ടിക്കിൾ 25 മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആർട്ടിക്കിൾ 26 വരുന്ന സമയത്ത് മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥകൾക്ക് ആർട്ടിക്കിൾ 26 വിധേയമല്ല. അങ്ങനെ ഒരു എക്സെപ്ഷൻ ഇതിനില്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട എക്സെപ്ഷൻസ് ആർട്ടിക്കിൾ 26 ഇല്ല എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കണം. ഇതാണ് ആർട്ടിക്കിൾ 25 ആർട്ടിക്കിൾ 26 തമ്മിലുള്ള എക്സെപ്ഷൻസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഏതൊരു റിലീജിയസ് ഡിനോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട 3 വ്യവസ്ഥകളെക്കുറിച്ച് സുപ്രീം കോടതി പറയുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറയുന്ന വ്യവസ്ഥയാണ് ഏതൊരു മതവിഭാഗവും കുറച്ച് വ്യക്തികളുടെ കൂട്ടായ്മയായിരിക്കണം. ഈ വ്യക്തികളുടെ ഇടയിൽ വരുന്ന കോമൺ ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അവർക്കൊരു സിസ്റ്റം ഓഫ് ബിലീഫ് ഉണ്ടായിരിക്കണം. അതായിരിക്കണം അവരുടെ സ്പിരിച്വൽ വെൽബീയിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്ന കാര്യമെന്ന് സുപ്രീം കോടതി ഒന്നാമത്തെ വ്യവസ്ഥയിലൂടെ പറഞ്ഞു. രണ്ടാമത്തെ വ്യവസ്ഥയിലൂടെ പറയുന്നത് ഇവർക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഇവർക്കൊരു പൊതു സംഘടന ഉണ്ടായിരിക്കണമെന്ന് സുപ്രീം കോടതി രണ്ടാമത്തെ വ്യവസ്ഥയിലൂടെ പറയുന്നു. മൂന്നാമത്തെ കണ്ടീഷനായിട്ട് സുപ്രീം കോടതി പറയുന്നത് ഇതിനൊരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു പേര് ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണമെന്ന് മൂന്നാമത്തെ വ്യവസ്ഥയിലൂടെ പറയുന്നു. അങ്ങനെ ഈ പറഞ്ഞ ക്രൈറ്റീരിയകൾ അനുസരിച്ചിട്ടാണ് രാമകൃഷ്ണ മിഷൻ, അതുകൂടാതെ ആനന്ദമാർഗ തുടങ്ങിയ ഗ്രൂപ്പുകളെയൊക്കെ ഒരു ഹിന്ദു റിലീജിയനുള്ളിൽ വരുന്ന റിലീജിയസ് ഡിനോമിനേഷനായിട്ട് പരിഗണിക്കുന്നതും. ഇതേ കണ്ടീഷൻസ് വെച്ചുകൊണ്ടാണ് അരബിന്ദോ സൊസൈറ്റീനെ ഒരു റിലീജിയസ് ഡിനോമിനേഷൻ അല്ല എന്ന് തീരുമാനിച്ചതും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക അരബിന്ദോ സൊസൈറ്റി ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരബിന്ദോ സൊസൈറ്റി ഒരു റിലീജിയസ് ഡിനോമിനേഷൻ അല്ല എന്ന് നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 26 ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുവാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അത് പറയുന്ന കൂടെ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ഉണ്ട്.
ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ